ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്കമിങ് വിശേഷമാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഇടുന്നത്. ഫുൾ വിശേഷം നമ്മുടെ മെയിൻ ചാനലായ ജിൽ ജിൽ ചിന്നുവിലാണ് നമ്മൾ ഇടാറുള്ളത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി, അതായത് അച്ചമ്മ വീട്ടിൽ വന്നിട്ട് തിരികെ പോയി. അച്ചമ്മ വീട്ടിൽ വന്ന ആ ഒരു സമയത്ത് ചന്ദ്രമതിയുടെ കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ തന്നെ നടക്കുന്നില്ലായിരുന്നു. ചന്ദ്രമതിക്ക് ആ ഒരു വീട്ടിൽ വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഏതായാലും അച്ചമ്മ പോകാൻ ചന്ദ്രമതി കാത്തിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ അച്ചമ്മ പോയതോടുകൂടി തന്നെ നമ്മുടെ രേവതിയോട് മെക്കിട്ട് കയറാൻ തുടങ്ങാണ് കേട്ടോ. കാരണം രേവതി കാരണമാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് ഇത്രയധികം അപമാനമായത് എന്നും രേവതിയാണ് അച്ചമ്മേനെ വിളിച്ചു വരുത്തിയത് എന്നും ഒക്കെ കുറെ പറഞ്ഞു. ഏതായാലും ഒരു ചെവി കൂടെ കേട്ട് മറുചെവി കൂടെ കളയുക എന്നുള്ളതല്ലാതെ രേവതി വേറൊന്നും ചെയ്യാനും പോകുന്നില്ല. ഇതേ സമയമാണ് നമ്മുടെ രേവതിക്ക് കുറെ തുണികളൊക്കെ കൊടുത്തിട്ട് ഈ തുണികളൊക്കെ പെട്ടെന്ന് അലക്കിക്കൊണ്ട് വരണമെന്ന് നമ്മുടെ ചന്ദ്ര പറയുന്നത്. എന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു, നീ ഈ തുണി വെച്ചോണ്ട് ഇന്ന് ഒരു ദിവസം മുഴുവനും ഇരുന്നേക്കല്, ഈ തുണി ഇപ്പൊ തന്നെ അലക്കണം എന്ന് പറഞ്ഞപ്പോ രേവതി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ തുണി കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവനും വെച്ചോണ്ടിരിക്കാറില്ലല്ലോ അമ്മേ. ഞാൻ ഒരു ദിവസം മുഴുവനും ഈ തുണി ഇവിടെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടക്കുമോ? ആർക്കെങ്കിലും ആഹാരം കഴിക്കാൻ കിട്ടുമോ? ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണ്ടേ? ഓ, അല്ലെങ്കിൽ നിനക്ക് നാക്ക് കൂടുതലാണല്ലോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കിപ്പോ തറുതല പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. നിന്റെ കൂടെ സപ്പോർട്ടിന് ഇത്രയും ദിവസം അച്ചമ്മ ഉണ്ടായിരുന്നു, ഇനി നിന്റെ കൂടെ അച്ചമ്മയില്ല, അത് നീ മറക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ശ്രുതി വരുന്നത്. ശ്രുതി ആണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകാന് തിരക്കിട്ടൊക്കെ വരികയാണ്. അങ്ങനെ തിരക്കിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി തുണി അലക്കാൻ പോകുന്ന ആ ഒരു രംഗമാണ് കാണുന്നത്. അപ്പോഴേക്കും തന്നെ ശ്രുതി തിരിച്ചു പോയിട്ട് 2 ഷർട്ട് എടുത്തോണ്ട് വന്ന്, അതെ രേവതി, ഈ ഷർട്ടും കൂടെ ഒന്ന് അലക്കണം കേട്ടോ, എനിക്ക് തീരെ സമയമില്ല. ഞാൻ ശ്രുതിയുടെ ഡ്രസ്സുകളെല്ലാം വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടു. ഇനിയിപ്പം ഇത് വാഷിംഗ് മെഷീനിൽ അലക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ നൂലൊക്കെ പിടിക്കും. ഇത് നല്ല ബ്രാൻഡഡ് ഷർട്ടാണ്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വെറുതെ സോപ്പിട്ടൊന്ന് മുക്കിയിട്ട് എടുത്ത് പിഴിഞ്ഞൊന്ന് ഇട്ടാൽ മതി. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ശ്രുതിക്ക് ഷർട്ട് വേണം ഇട്ടുകൊണ്ട് പോകാന്. ഇത് കേട്ട ഉടനെ നമ്മുടെ രേവതി പറഞ്ഞു, ഇല്ല ശ്രുതിക്ക് വല്ലതും അലക്കാനുണ്ടോ? ശ്രുതിക്ക് എന്തെങ്കിലും അലക്കാനുണ്ടെങ്കിൽ ശ്രുതി അതാ, ഞാൻ അലക്കാം, പക്ഷേ ഈ ഷർട്ട് രണ്ടും ഞാൻ അലക്കില്ല. ഇത് കേട്ടതും ചന്ദ്ര പോകാൻ തുടങ്ങിയ ചന്ദ്ര തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അതെന്താടി, എന്റെ മോന്റെ ഷർട്ട് നിനക്ക് അലക്കിയാൽ എന്താടി പ്രശ്നം? അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അയാളുടെ ജോലി ഒന്നും ചെയ്യില്ല, അയാളുടെ ഡ്രസ്സ് അലക്കുകയോ അയാൾക്ക് ഭക്ഷണം കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളതല്ലേ. നീ കുറെ നാളായല്ലോടി തുടങ്ങിയിട്ട്, എന്താടി അവന് ഇത്രക്ക് കുഴപ്പമിരിക്കണത്? ഈ വീട്ടിലെ ബാക്കി എല്ലാവരുടെയും തുണി അലക്കാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് അവന്റെ ഷർട്ട് അലക്കിക്കൂടാ? അതിന്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊന്നും എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ തുണി അലക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കാണ് വർഷ ഇതൊക്കെ കേട്ടോണ്ട് വരുന്നത്. വർഷയുടെ തുണിയും ഉണ്ട് കേട്ടോ ആ കൂടെ, വർഷയുടെ തുണിയും ശ്രീകാന്തിന്റെ തുണിയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ തുണിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ രേവതിനെ കണ്ടപ്പോഴേക്കും ചെറിയൊരു പാവമൊക്കെ തോന്നി വർഷയ്ക്ക്. വർഷ ചോദിച്ചു, ഇതെന്ത് പറ്റി രേവതി ചേച്ചി, ഇത്രമാത്രം തുണിയുണ്ടോ അലക്കാന്? ഇത് എപ്പോഴാണ് രേവതി ചേച്ചി അലക്കി തീരുന്നത്? എന്തുമാത്രം പണിയാ രേവതി ചേച്ചിക്ക് ഇവിടെ ഉള്ളത്? അല്ല ആന്റി, ഒരു കാര്യം ചെയ്യത്തില്ലേ? ഏതായാലും ഈ വീട്ടിൽ ഇത്രയും ആൾക്കാരില്ലേ, എങ്കിൽ പിന്നെ ഈ വീട്ടിലൊരു വേലക്കാരിനെ വെച്ചാൽ എന്താ? ഇനിയിപ്പൊ പൈസ കൊടുക്കാനില്ലാഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പൈസ തരാം. ഇത് കേട്ടതും ചന്ദ്ര പറഞ്ഞു, എന്തിനാ മോളെ ഈ വീട്ടിലൊരു വേലക്കാരി? അതിന്റെ കാര്യമുണ്ടോ? ഈ വീട്ടിലെ ജോലി ചെയ്യാൻ രേവതി ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഇപ്പം ജോലി ഉണ്ടെന്ന് പറയാം, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീട്ടിലെ ജോലി ചെയ്യാത്തത്. ഇവിടെ വേലക്കാരിയും കൂടെ വന്നാല് ഇവിടെ വെറുതെ ഇരിക്കല്ലേ? ഇവക്ക് വേറൊരു ജോലി തൊട്ട് അറിയത്തുമില്ല താനും, വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലല്ലോ ഇവക്ക്. അപ്പൊ പിന്നെ ഈ ജോലി ഇവളങ്ങ് ചെയ്യട്ടെ. അല്ല, ഇത് ഒരു വിശ്രമമില്ലാത്ത ജോലിയല്ലേ മേ? ഞാൻ പോയിട്ടാണെങ്കിലും വിശ്രമിക്കുന്നുണ്ട്, അതുപോലെ ശ്രുതി ചേച്ചി പോയിട്ടാണെങ്കിലും വിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വിശ്രമിക്കാൻ സമയമുണ്ട്, ഒരു പണി മാത്രം ഞങ്ങൾക്ക് ചെയ്താൽ മതി. അതുപോലെയാണോ ഈ രേവതി ചേച്ചി ചെയ്യുന്ന പണി? രേവതി ചേച്ചിക്ക് വിശ്രമമില്ലാതെ ഓരോ പണികൾ ഇങ്ങനെ ഒന്നു മാറി ചെയ്യല്ലേ? അത് കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ല, ഒരു വേലക്കാരിനെ ഞാൻ പറഞ്ഞല്ലോ പൈസ തരാൻ ഞാന്. അതിന്റെ കാര്യമൊന്നും ഇല്ല മോളെ. ഇപ്പം രേവതി ഇവിടെ ഉണ്ട് തുണി അലക്കാന്. അപ്പൊ രേവതി പറഞ്ഞു, എനിക്ക് ഈ പണിയൊന്നും വലിയ വിഷയമൊന്നും അല്ല ശ്രുതി നല്ല വർഷേ, ഞാൻ ഈ പണിയൊക്കെ ചെയ്തോളാം, എനിക്കതിനൊരു പ്രശ്നവുമില്ല. അല്ല രേവതി ചേച്ചിയും ഒരു മനുഷ്യ സ്ത്രീയല്ലേ?
കുറച്ചു നേരം കിടക്കണമെങ്കിലും നടുനൂർത്തണമെങ്കിലും അതൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് ഇത് പറഞ്ഞത്. ഞങ്ങൾക്ക് ജോലി ചെയ്യുമ്പം ഞങ്ങൾക്ക് ശമ്പളം കിട്ടും അല്ലേ ശ്രുതി ചേച്ചി? ശ്രുതി ചേച്ചിക്ക് ശമ്പളം കിട്ടും, എനിക്ക് ശമ്പളം കിട്ടും. പക്ഷെ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിക്ക് ആരെങ്കിലും ശമ്പളം തരുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ജോലി ചെയ്യുന്നതിൽ സംതൃപ്തി കിട്ടുന്നത് ഈ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ തന്നെയാണ്. പക്ഷെ ചേച്ചിക്ക് ആരും ഇവിടെ ശമ്പളം തരാറില്ല. പക്ഷെ എടുപ്പത് ജോലി ചേച്ചി ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും നിർത്തുകയാണെങ്കിൽ, ശമ്പളത്തിന് നിർത്തുകയാണെങ്കിൽ രേവതി ചേച്ചിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ ഇവള് വെള്ളം പൂശാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ. എപ്പോഴും രേവതി രേവതി രേവതി, രേവതിയുടെ പുറകെ തന്നെ ഇവള് നടക്കുന്നത്. ഇവള് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചോടിക്കണം. ഇപ്പൊ ഇവളെ ഓടിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് രേവതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് രവിയേട്ടനും കണ്ടു കഴിഞ്ഞാൽ ഏതായാലും ഈ തുണി അലക്കാനുള്ളതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഓടിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര, അതെ വർഷേ മോളെ, സമയം പോകുന്നു, മോള് പോകുന്നില്ലേ? അത് പിന്നെ എനിക്ക് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെന്നാൽ മതി. ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ ഇറങ്ങിയത്, അതുകൊണ്ട് സാരമില്ല. ഏതായാലും രേവതി ചേച്ചീനെ സഹായിക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് രേവതി ചേച്ചിനെ സഹായിക്കാൻ പറ്റില്ലല്ലോ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. കഞ്ഞി വെക്കാനോ കറി വെക്കാനോ അറ്റ്ലീസ്റ്റ് ഒരു ചായ ഇടാൻ പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ചായ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വീട്ടുകാരും കുടിക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. രേവതി ചേച്ചി ഒരു കാര്യം, ഇവിടെ നിൽക്ക്, രേവതി ചേച്ചി സങ്കടപ്പെടണ്ട എന്നും പറഞ്ഞ് നേരെ റൂമിലേക്ക് കയറി പോവുകയാണ് നമ്മുടെ വർഷ റൂമിലേക്ക് കയറി പോയിട്ട് ഒരു 2000 രൂപ എടുത്തോണ്ട് വന്നു. 2000 രൂപ എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ വർഷം എന്ത് ചെയ്തു? രേവതി ചേച്ചി ഇതങ്ങോട്ട് പിടിച്ചേ, രേവതി ചേച്ചി കൂലിയില്ല, അതങ്ങനെ പണിയൊന്നും ചെയ്യണ്ട. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നേരത്തെ ടിപ്സാന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മായിയമ്മയ്ക്ക് ശ്രുതി ചേച്ചി പൈസ കൊടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പം ഇതൊരു ചെറിയ ടിപ്പാ, ഇതിരുന്നോട്ടെ. ഇനി എല്ലാ മാസവും ഞാൻ ഇതുപോലെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ രേവതി ചേച്ചിനെ സഹായിക്കും. ഇത് കേട്ടതും പെട്ടെന്ന് രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. രേവതി പെട്ടെന്ന് കൈവലിച്ചിട്ട്, എന്താ വർഷം നീ പറയുന്നത്? ഇതെന്താ? ഇതിപ്പം എനിക്ക് തരുന്ന കൂലിയാണോ ഇത്? അത് പിന്നെ അവനവൻ ചെയ്യുന്ന ജോലിക്ക് അത് കൂലി ചോദിച്ചു മേടിക്കണതാ. ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇവിടെ ആരെങ്കിലും ചേച്ചിക്ക് ശമ്പളം തരുന്നുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിലും എത്ര ജോലിയാ ചേച്ചി ചെയ്യുന്നത്. പല ജോലികൾ, കഞ്ഞി വെക്കുന്നു, കറി വെക്കുന്നു, പെര തുടയ്ക്കുന്നു, തുണി അലക്കുന്നു, മുറ്റമടിക്കുന്നു, എത്രയെത്ര ജോലികൾ. അതിന് ഈ ശമ്പളമൊന്നും തികയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഇത് രേവതി ചേച്ചി പിടിക്കണം എന്ന് പറഞ്ഞു. രേവതിക്ക് എന്താന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അത് മേടിക്കാതിരിക്കാനും പറ്റത്തില്ല. എന്താ പറയാ, ആ ഒരു നിമിഷം നമ്മൾ സ്തംഭിച്ചു പോകൂല, ആ ഒരു അവസ്ഥ. ഇത് കൊടുത്തിട്ട് നമ്മുടെ വർഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര ഒരു ഒറ്റ പൊട്ടിച്ചിരി. കണ്ടില്ലേ വേലക്കാരി, ഈ വീട്ടിലെ വേലക്കാരി ഇപ്പഴാ ഇവള് സത്യത്തിലായത്. ദേ ശ്രുതി, നീ ഇനി ചിലപ്പം പൈസ കൊടുത്തോട്ടോ. പൈസ കൊടുക്കാഞ്ഞിട്ട് ആയിരിക്കും ഇവള് നിന്റെ തുണി അലക്കാത്തത്. അതുകൊണ്ട് നീ പൈസ കൊടുക്കുകയാണെങ്കിൽ ഇവള് നിന്റെ തുണിയും കൂടെ അലക്കി തരുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ രേവതി ഭയങ്കരമായിട്ടും വിഷമത്തോടു കൂടി കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതിയും പറഞ്ഞു, അതെ എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. അപ്പൊ ഞാൻ പൈസ കൊടുത്താൽ ഇവൾ എന്റെ തുണിയും അലക്കി തരും. അസൽ വേലക്കാരി. ഏതായാലും അമ്മേ, എനിക്ക് ടൈമില്ല, ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോയി. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര രേവതിനെ ഇട്ട് കളിയാക്കി കൊല്ലുകയാണ് കേട്ടോ. ഈ വിവരം നമ്മുടെ ശ്രീകാന്ത് അറിഞ്ഞപ്പോൾ വർഷേനെ വഴക്ക് പറയാണ്. പക്ഷേ നീ എന്തിനാണ് രേവതി ചേച്ചിക്ക് ആ പൈസ കൊടുത്തത്? എന്നെ വഴക്ക് പറയരുത് ശ്രീകാന്തേ, ഞാന് പൈസ കൊടുത്തത് വേറെ ഒന്നിനുമല്ല. രേവതി ചേച്ചി ഇവിടെ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? എന്നിട്ട് രേവതി ചേച്ചിക്ക് ഒരു വിലയുമില്ല. ഞാനത് സ്ഥിരം കാണുന്നതാ. അപ്പൊ പിന്നെ രേവതി ചേച്ചിയുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടുന്ന എന്തിനാ? നമ്മുടെയൊക്കെ പണി രേവതി ചേച്ചി ചെയ്യുന്നതല്ലേ. അപ്പൊ രേവതി ചേച്ചിക്ക് പൈസ കൊടുത്തെന്ന് പറഞ്ഞ് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അത് നീ കാണിച്ചു തൊട്ട് ശരിയായില്ല. രേവതി ചേച്ചി ഒരു അന്യെ പോലെയല്ലേ നീ എപ്പം പെരുമാറിയത്? ഒരു വേലക്കാരിയാക്കി കളഞ്ഞില്ലേ? ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ശ്രീകാന്തെ വിചാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല പൈസ കൊടുത്തത്. നീ അങ്ങനെ അല്ലായിരിക്കാം വിചാരിച്ചത്. പക്ഷെ രേവതിയേടത്തി അങ്ങനെയാണെങ്കിലോ വിചാരിച്ചത്? അതുമല്ല, അമ്മയുടെയും ഒക്കെ കാര്യം അറിയത്തില്ലേ? അമ്മ രേവതിയേടത്തിയെ കളിയാക്കി കൊന്നെന്നൊക്കെയാ പറയുന്നത് കേട്ടത്. അതുപോലെ ഇട്ട് കളിയാക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ചെയ്തത് വളരെ മോശമായി പോയി. വേണ്ട, ഇനി ഒരിക്കലും അത് ചെയ്യരുത്. അയ്യോ ശ്രീകാന്തെ, ഞാനൊരിക്കലും അങ്ങനെ വിചാരിച്ചതല്ല. ഞാൻ എൻ്റെ ചേച്ചിയെ, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ, എനിക്കൊരു ചേച്ചിയോ അനിയത്തിയോ ഒന്നുമില്ല, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് രേവതി ചേച്ചിനെ കാണുന്നത്. നമുക്ക് പൈസ കിട്ടുമ്പം നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ പൈസ കൊടുക്കില്ലേ? അതുപോലെ മാത്രം, അല്ലാതെ ഒരു വേലക്കാരിയുടെ സ്ഥാനത്തല്ല ഞാനത് ചെയ്തത്. നീ അങ്ങനെയല്ല ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഇവിടെ മറ്റുള്ളവർ അത് കണ്ടത്, വിലയിരുത്തുന്നത് വേറെ രീതിയായിട്ടാ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാ, ഇനി ഒരിക്കലും നീ ഇത് ചെയ്യരുത്, ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പം ഇതിനിടയിൽ
നമ്മുടെ വർഷം ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷം ഇട്ടുകൊണ്ട് വരുന്നത് ഒരു എന്താ പറയുക, ഇച്ചിരി മോഡേൺ ഡ്രസ്സൊക്കെയാണ്, സ്ലീവ് ഒന്നും ഇല്ലാത്ത ഒരു ഡ്രസ്സാണ്. അപ്പൊ ഇത് ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും, അതായത് ഈ ഒരു ഭാഗത്തിന് മുമ്പാണ് കേട്ടോ ഈ ഒരു ജോലിക്കാര്, അതായത് ജോലിയുടെയും പൈസയുടെയൊക്കെ കാര്യമാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രേവതിക്ക് വർഷം കൊടുത്ത ആ ഒരു പൈസയുടെ കാര്യം, അപ്പൊ അതിനൊക്കെ മുമ്പൊക്കെ ആയിട്ടാണ് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത്. ഏതായാലും ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രയും ശ്രുതി ഇത് എന്താ കാണിക്കുന്നത് വർഷ, ഇത് ഊരിക്കള, ഇവിടെ ആണുങ്ങളുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വർഷ അത് ഊരുന്നില്ല. വർഷ അത് ഊരാതെ വന്നു കഴിഞ്ഞപ്പോ രേവതി വന്നപ്പോ രേവതി ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ അത് ഊരിക്കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിനെ അത് രേവതി പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വർഷേനെ രേവതിനെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇരിക്കുക. കാരണം നമ്മുടെ രേവതി പറയുന്നതെല്ലാം വർഷം അനുസരിക്കുന്നുണ്ട്, ചന്ദ്രയോ ശ്രുതിയോ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പം ഇവരെ തമ്മിൽ തെറ്റിക്കണം ഒരു ഇതുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക്. ഏതായാലും അത് ഏകദേശം വിജയത്തിൽ എത്തിയിരിക്കുകയാണ്. കാരണം പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ദേഷ്യം വരുമല്ലോ സ്വാഭാവികമായിട്ടും വർഷയോട്. ഏതായാലും വർഷയും അതും അറിഞ്ഞുകൊണ്ടൊന്നും അല്ല പൈസയൊക്കെ കൊടുത്തത്, സ്വന്തം സഹോദരി പോലെ ആട്ടോ പൈസയൊക്കെ കൊടുത്തത്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് രസിച്ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ഏതായാലും ഈ വിവരം സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ മക്കളെ. സച്ചി ഈ വിവരം അറിഞ്ഞപ്പോഴത്തേക്കും തന്നെ സച്ചി വൈലന്റ് ആയി. ഓഹോ, അവള് കൊള്ളാലോ ആള്, അവള് ഇച്ചിരി കേടിയാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അപ്പൊ നീ വിശ്വസിച്ചില്ലല്ലോ, അവള് വേലക്കാരിയാക്കിയല്ലേ നിന്നെ, ഇതിന് പകരം ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുക, ഈ 2000 രൂപ മേടിച്ചുകൊണ്ട് പോയി നമ്മുടെ വർഷയുടെ മുഖത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും അതൊരു വലിയ വിഷയം തന്നെ ആവുകയാണ്. നമ്മുടെ വർഷ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ ഇത് വേറൊരു രീതിയിൽ കാണരുത്, ഒരിക്കലും ഞാൻ ഒരു അന്യക്ക് കൊടുക്കുന്നത് പോലെയോ ഒരു വേലക്കാരിക്ക് കൊടുക്കുന്നത് പോലെയോ ഒന്നുമല്ല ഈ പൈസ കൊടുത്തത്. ഈ പൈസ എൻ്റെ മനസ്സാലെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരിക്ക് കൊടുക്കുന്ന പോലെയാണ് കൊടുത്തത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇതിനെ വേറൊരു രീതിയിൽ കാണരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷ. ശരിയാണ്, വർഷ ഒരിക്കലും വേറൊരു രീതിയിലല്ല ആ പൈസ കൊടുത്തേക്കുന്നത്. വർഷ അപ്പോഴും സ്വന്തം ചേച്ചിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പൈസ കൊടുത്തത്. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല, അറിവില്ലായ്മ തന്നെയാണ് വർഷയുടെ. ഏതായാലും ലാസ്റ്റ് നമ്മുടെ രേവതി വർഷയുടെ അറിവില്ലായ്മ അല്ലേ, അപ്പൊ പിന്നെ ക്ഷമിക്കാതിരിക്കോ. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സുധിയെ കയ്യോടെ പൊക്കുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. സുധിയെ നമ്മുടെ സച്ചി തന്നെയാണ് കേട്ടോ കയ്യോടുകൂടി പൊക്കുന്നത്. നമ്മുടെ സച്ചി സുധി ജോലിക്കാന്ന് പറഞ്ഞു പോകുന്ന പാർക്കിലെ നമ്മുടെ സച്ചി പോകുന്നുണ്ട് ഒരു ഓട്ടം. അവിടെ വെച്ചാണ് സച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. സച്ചി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പാർക്കില് ഒരു കൊച്ചുകുട്ടി കളിക്കുന്നത് പോലെ കിടന്ന് ഓടി കളിക്കുന്നത് നമ്മുടെ സുധീനെയാണ്. ഏതായാലും സുധിയുടെ എല്ലാ കള്ളത്തരങ്ങളും അവിടെ പൊളിഞ്ഞു വീഴുകയാണ്. അപ്പം അതിന്റെ വിശേഷവുമായിട്ട് ഞാൻ അടുത്ത ദിവസം ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ലൈക്കിലൂടെയും അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബിലൂടെയും ഒക്കെ തന്നെയാണ്. നമ്മുടെ മറ്റ് ചാനലുകളെ പോലെ തന്നെ ഈ ചാനലും നിങ്ങൾ തന്നെ വേണം കയറ്റിക്കൊണ്ട് വരാന്. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിലിപ്പം അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ജിൽ ചിന്നുവിലാണ് രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷവും നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷവും നമ്മൾ ഇടുന്നത്. പിന്നെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മൾ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട്. അതുപോലെ വിക്രത്തിന്റെയും വേദയുടെയും ഫുൾ വിശേഷവും ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.